എൻ.ഡി.എ ഭരണത്തിലെ ഏറ്റവും വലിയ സാമ്പത്തികാശ്വാസം നടപ്പിലായി. ചങ്ങാത്ത മുതലാളിത്ത ആരോപണങ്ങളെ ഫലപ്രദമായി ചെറുക്കാനാകാതിരുന്ന കേന്ദ്രത്തിന് സാധാരണക്കാരെയും പരിഗണിച്ചെന്ന് പറയാനാകുന്ന അവസരം GST ഇളവിലൂടെ കൈവന്നിരിക്കുന്നു. ആദായ നികുതി ഇളവിന്റെ പരിധി വർദ്ധിപ്പിച്ചതിനു ശേഷമുള്ള മികച്ച ചുവടുവെപ്പ് ജനങ്ങൾക്ക് ആശ്വാസമായി. പെട്രോൾ, ഡീസൽ, പാചകവാതകം എന്നിവയുടെ വില കുറയ്ക്കുകയും ഈ സർക്കാർ പിൻവലിച്ച പാചകവാതക സബ്സിഡി പുനഃസ്ഥാപിക്കുകയും ചെയ്താൽ ജനങ്ങളെ സാമ്പത്തികമായി ശാക്തീകരിക്കുന്ന നടപടി ദ്രുതഗതിയിലാകും. ഇവയ്ക്കൊപ്പം വർഗീയതയും തീവ്രവാദവും അവയുടെ ഉപോൽപ്പന്നങ്ങളായ ആൾക്കൂട്ട ഭരണങ്ങളും വിദ്വേഷ പ്രചാരണങ്ങളും അക്രമങ്ങളും ഒക്കെ ഒഴിവാക്കാനായാൽ നമ്മുടെ കരുത്തിനെ വെല്ലുവിളിക്കാൻ ഒരു വിദേശ ശക്തിക്കും കഴിയില്ല. പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാത്ത സാമ്പത്തിക വളർച്ച, ഒരു രാജ്യം ഒരു നികുതി എന്ന ലക്ഷ്യത്തിലേക്കുള്ള ചുവടുവെപ്പ്, ആഗോള താരിഫ് യുദ്ധം, വരാനിരിക്കുന്ന പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ എന്നിവ GST ഇളവുകൾക്ക് കാരണമായിട്ടുണ്ട്. അതൊരു ന്യൂനതയല്ലെങ്കിലും 5, 12, 18, 28% എന്നീ നികുതി നിരക്കുകൾ 5, 18% എന്നീ സ്ലാബുകളിലേക്ക് നിജപ്പെടുത്തിയതാണ് സംഭവം. നിത്യോപയോഗ വസ്തുക്കൾ മുതൽ മരുന്ന്, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ, ഓട്ടോമൊബൈൽ വസ്തുക്കൾ, നിർമ്മാണ സാമഗ്രികൾ തുടങ്ങി 375ഓളം ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും നിലവിലുള്ള നികുതി പൂർണ്ണമായും ഇല്ലാതാക്കുകയോ യഥാക്രമം 5, 18% എന്നീ സ്ലാബുകളിലേക്ക് കുറയ്ക്കുകയോ ചെയ്തിട്ടുണ്ട്. ആരോഗ്യ ഇൻഷുറൻസിൽ 18% നികുതി ഒഴിവാക്കണമെന്ന ദീർഘകാല ആവശ്യവും പുതിയ നികുതി പരിഷ്കരണത്തിലൂടെ പ്രാബല്യത്തിൽ വന്നു. വ്യക്തിഗത ആരോഗ്യ ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ് എന്നിവയ്ക്ക് ഇനി നികുതിയില്ല. പുകയില പോലെ വിനാശകരമായവയ്ക്ക് നികുതി വർദ്ധിപ്പിച്ചതും പ്രശംസാർഹമാണ്. അതേസമയം ലോട്ടറി നികുതി 28-ൽ നിന്ന് 40-ലേക്ക് വർദ്ധിപ്പിച്ചത് പാവങ്ങളായ ലോട്ടറി കച്ചവടക്കാരുടെ ജീവിതത്തെ ബാധിക്കില്ലെന്ന് സർക്കാരുകൾ ഉറപ്പാക്കേണ്ടതുണ്ട്. വിലക്കുറവ് ആളുകളുടെ വാങ്ങൽ ശേഷി കൂട്ടുമെന്നും അതിലൂടെ നഷ്ടനികുതിയുടെ വലിയൊരു ഭാഗം ഖജനാവിൽ തിരിച്ചെത്തുമെന്നുമാണ് കേന്ദ്രത്തിന്റെ പ്രതീക്ഷ. നോട്ട് നിരോധനം പോലെ തന്നെ കൃത്യമായ പഠനം നടത്താതെയാണ് പുതിയ മാറ്റമെന്ന് സംസ്ഥാന ധനമന്ത്രി KN ബാലഗോപാൽ വിമർശിച്ചിട്ടുമുണ്ട്. പക്ഷേ ഓർമ്മിക്കാൻ പോലും ഭയപ്പെടുന്ന ആ ദുരന്തകാല അനുഭവമല്ല ജനങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. സംസ്ഥാനത്തിനുണ്ടാകാനിടയുള്ള 10,000 കോടിയുടെ നികുതി നഷ്ടമാകാം ധനമന്ത്രി ഉദ്ദേശിച്ചത്. ഈ ആശങ്ക തള്ളിക്കളയാവുന്നതുമല്ല. സാമൂഹിക ക്ഷേമത്തിൽ ഏറ്റവും അധികം ചെലവ് നടത്തുന്ന സംസ്ഥാനമാണ് കേരളം. വിവിധ ക്ഷേമ പദ്ധതികൾ, പൊതുജനാരോഗ്യം, വിദ്യാഭ്യാസം, പെൻഷൻ എന്നിവയ്ക്ക് പണം വേണം. 2017-ൽ GST നടപ്പിലാക്കിയപ്പോൾ സംസ്ഥാനങ്ങൾക്ക് 5 വർഷത്തേക്ക് നഷ്ടപരിഹാരം ഉറപ്പാക്കിയിരുന്നു. 2022-ൽ അത് അവസാനിച്ചു. ഇത് പുനഃപരിശോധിക്കണം. കേന്ദ്രത്തിനും വരുമാന നഷ്ടം ഉറപ്പായിരിക്കെ പരിഹാരം ആസൂത്രണം ചെയ്യുകയും സംസ്ഥാനങ്ങളെ ബോധ്യപ്പെടുത്തുകയും വേണം. മുൻ GST ഇളവുകൾ ഉപഭോക്താക്കൾക്ക് വിലക്കുറവായി മാറിയില്ല എന്ന യാഥാർത്ഥ്യവുമുണ്ട്. ശ്രദ്ധിക്കപ്പെടുന്ന ചില വസ്തുക്കളുടെ വിലക്കുറവിന്റെ ആരവത്തിൽ ഈ ഉത്സവം മുങ്ങിപ്പോകരുത്. നികുതി ഇളവിന്റെ ഗുണം ഉപഭോക്താക്കളിൽ എത്തിയില്ലെങ്കിൽ ഉപഭോഗം വർദ്ധിക്കാതിരിക്കുകയും അതിലൂടെ ലഭ്യമാകേണ്ട നികുതി ഖജനാവിൽ എത്താതിരിക്കുകയും ചെയ്യും. ലാഭം ആർക്കൊക്കെ കിട്ടുമെന്നതും പ്രധാനമാണ്. മൊത്തം GST വരുമാനത്തിന്റെ ഏകദേശം 65%, 18% സ്ലാബിന്റെ സംഭാവനയാണ്. വാഹനങ്ങളും ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളും ഒക്കെയുള്ള ഈ ഇളവ് മധ്യവർഗത്തിന് ഗുണകരമാണെങ്കിലും ഏറ്റവും താഴെത്തട്ടിലുള്ളവരെ അത്രയ്ക്ക് കൈപിടിച്ചുയർത്തില്ല. എന്നാൽ പെട്രോളിനും ഡീസലിനും പാചകവാതകത്തിനും അമിതമായി വർദ്ധിപ്പിച്ച നികുതി കുറച്ചാൽ എല്ലാ ജനവിഭാഗങ്ങൾക്കും ഗുണകരമാകും. നികുതി ഭാരത്തിൽ നിന്ന് ജനങ്ങൾക്ക് മോചനം നൽകിയെന്ന പ്രധാനമന്ത്രിയുടെ ഞായറാഴ്ച പ്രസംഗത്തിൽ ഒരു തിരുത്തലിന്റെ ഭാഷയുണ്ട്. ജനങ്ങളുടെ മുതുകിൽ ഭാരമുണ്ടായിരുന്നുവെന്ന് ക്രിയാത്മകമായൊരു കുറ്റസമ്മതം. രാജ്യപുരോഗതിയും സാമ്പത്തിക വളർച്ചയും ബജറ്റിനെയും നികുതി ഇളവുകളെയും മാത്രമല്ല, എല്ലാ വിഭാഗം ജനങ്ങളും അനുഭവിക്കുന്ന സമാധാനത്തിലും ഇന്ത്യൻ വിജയമന്ത്രമായ നാനാത്വത്തിലെ ഏകത്വത്തിലും അടിസ്ഥാനപ്പെട്ടതാണ് എന്നത് ഇനിയെങ്കിലും തിരിച്ചറിയുകയും വേണം. എല്ലാ വർഗീയ, തീവ്രവാദ, വിദ്വേഷ സ്രോതസ്സുകളും കർശന ശിക്ഷകളുടെ താക്കോലിട്ട് അടച്ചു പൂട്ടേണ്ടതുണ്ട്. അതിനു മുൻപ് ന്യൂനപക്ഷ, ദളിത്, ആദിവാസി വിരുദ്ധതയിലും മതപരിവർത്തന നിരോധന ബില്ലുകളിലും BJP സംസ്ഥാനങ്ങളിലെ ബുൾഡോസർ രാജിലും ആൾക്കൂട്ട ആക്രമണങ്ങളിലും വ്യാപിച്ചു കിടക്കുന്ന ധ്രുവീകരണ രാഷ്ട്രീയത്തിന്റെ നികുതി ഇളവുകൾ BJP സർക്കാർ പിൻവലിക്കുകയും വേണം. ഒരു രാജ്യം ഒരു നികുതി എന്നത് ഒരു ഇന്ത്യ ഒരൊറ്റ ജനത എന്ന മഹത്തായ ലക്ഷ്യത്തിലേക്കുള്ള ഒരു ചുവട് മാത്രമാണ്.